ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما صدق الله العلي العظيم وقال رسول الله صلى الله عليه وسلم يأتي على الناس زمان لأن يربي أحدكم جرو كلب خير له من أن يربي ولدا من صلبه يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا صاحب المدبور كل ناظري يا مطلب الحاجات أبا بكر لشدائد الدنيا ويوم الآخر وذخيرة لي خير ذخر الذاخرين يا الله سبحانه وتعالى നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മുടെ നിന്നൊരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഭൂമിയിലെ സ്വർഗ്ഗത്തോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ നാം വന്നിരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ഖബറാളികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, നൂറുൽ ഇസ്ലാം മദ്രസയുടെ 51ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഭാഷണ വേദിയുടെ 5ാമത്തെ ദിവസത്തിലാണ് നാമൊക്കെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മക്കൾ നന്മയുടെ പൂക്കൾ എന്ന കാലികമായ ഒരു വിഷയത്തെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ കേട്ട് അല്ലാഹു നമുക്ക് നൽകിയ അരുമ സന്താനങ്ങളെ നാം വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിലൂടെ ഇതുപോലത്തെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുന്നതിലും അതിനുവേണ്ടി നാം കൊടുക്കുന്ന എല്ലാവിധ സാമ്പത്തിക സഹായങ്ങൾക്കുമൊക്കെ
എത്ര കണ്ട് ഫലമുണ്ടാകുമെന്ന് സംസാരം കഴിയുമ്പോഴേക്ക് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ എത്ര കൊടുത്താലും എന്ത് കൊടുത്താലും അത് നിങ്ങൾക്കൊരിക്കലും തന്നെ ഒരു അധികപ്പറ്റാവുകയില്ല എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. സുബ്ഹാനഹു വ തആല ഈ നശ്വരമായ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. യജമാനനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ ആയുസ് തീരുക എന്നല്ലാതെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി കണക്കാക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഖാലിഖായ അല്ലാഹു അവന്റെ അടിമകളാകുന്ന നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിഅമത്തുകളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒന്നാണ് അല്ലാഹു നമുക്ക് നൽകിയ അരുമ സന്താനങ്ങൾ, നമ്മുടെ മക്കൾ. അല്ലാഹു ഈ ഭൂമി ലോകത്ത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിനെ കാണാൻ